ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് ഞാൻ രാവിലെ മദ്രസ 7 മണിക്കായിരുന്നു. മദ്രസയിൽ കൊണ്ടുവിട്ട് വന്നതിന് ശേഷം ഞാൻ വീണ്ടും ഒന്ന് കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടൈം 8 മണി വരെ ഞാനൊന്ന് റെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ ശനി ഞായർ മാത്രമല്ല റെസ്റ്റ് ഉള്ളൂ. ശനിയാഴ്ച ഇല്ല കേട്ടോ. ശനിയാഴ്ച സ്കൂളുണ്ട് ഇവക്ക്. അപ്പോൾ ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ടാണ് ഇന്നില്ലാത്തത്. അപ്പോൾ ഞായറാഴ്ച മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ മദ്രസ സ്കൂളില്ലാത്ത ദിവസം ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ച് സമയം എന്തായാലും കിടക്കും. എന്നിട്ടാണ് ഞാൻ ബാക്കി പണികളൊക്കെ ചെയ്യൽ. ഞാൻ ചായ ഒന്നും കുടിക്കില്ല. അപ്പോൾ രാവിലെ എണീറ്റ് ഞാൻ ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, വെക്കേഷൻ അതായത് സ്കൂളില്ലാത്ത ദിവസങ്ങളിലാണ് ഈ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കൽ. അപ്പോൾ ഇന്ന് ഞാൻ നൂൽപുട്ടും കടലക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കടലക്കറിയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എണീറ്റ പാടന് ഞാൻ ആദ്യം കടല വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടായിരുന്നു ചായ കുടിച്ചത്. അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട്. 9 മണിയാകുമ്പോഴത്തേക്ക് എനിക്കില്ലേ മോള് വരുന്ന സമയമാകുമ്പോഴത്തേക്ക് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആവണം. ഇല്ലെങ്കിൽ ഒരു ടെൻഷനാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ഒന്നും കഴിക്കാണ്ട് പോകുന്നതാണല്ലോ. അപ്പോൾ പിന്നെ വന്നു കഴിഞ്ഞ് ഇനി അതിനും കുറേ സമയം വെയിറ്റ് ചെയ്യേണ്ടി വരുമല്ലോ. അത് മാത്രമല്ല ആൾക്ക് വേഗം ഗ്യാസും കയറും. അപ്പോൾ പിന്നെ ഞാൻ വേഗം വരുന്ന ആ സമയമാകുമ്പോഴത്തേക്ക് ഫുഡ് റെഡി ആക്കി വെക്കും. ഇന്ന് പിന്നെ കടലക്കറി ഞാൻ ഉണ്ടാക്കിയാൽ മതി. നൂൽപുട്ട് ഉമ്മ ഉണ്ടാക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കടലക്കറിയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് നൂൽപുട്ട് ഭയങ്കര ഇഷ്ടമാണ്. മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കടലക്കറി, പുട്ട്, നൂൽപുട്ട്, കടലക്കറി, നെയ്ച്ചോറ്, ചിക്കൻ കറി. അതാണ് ഇവർക്ക് മെയിനായിട്ട് ഇഷ്ടം. പിന്നെ അതേപോലെ ഇഡ്ഡലി, തക്കാളി ചട്നി, ഗീ റോസ്റ്റ്, തക്കാളി ചട്നി, അതാണ് ഇവർ മെയിനായിട്ട് ഇഷ്ടമുള്ള സാധനങ്ങൾ. അപ്പോൾ പിന്നെ അതായിരിക്കും നമ്മൾ ഉണ്ടാക്കി കൊടുക്കൽ. നൂൽപുട്ട് കുറേ ദിവസങ്ങളായി ഉണ്ടാക്കിയിട്ട്. അപ്പോൾ കഴിഞ്ഞ വന്ന സമയം അനിയത്തി വന്ന സമയത്ത് ഉമ്മ സ്കൂൾ ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മ നൂൽപുട്ടാക്കി തരുമോയെന്ന്. ആ ദിവസം പിന്നെ നമ്മൾ നൂൽപുട്ടാക്കാൻ നിന്നിട്ടില്ല. നമ്മളിങ്ങനെ അരിയും കടലയും വേവിച്ചിട്ട് അങ്ങനെ ഒരു ആക്കലുണ്ട്. തേങ്ങ ഒക്കെ ഇട്ടിട്ട് ആ സാധനമാണ് ആക്കിയിട്ട് കഴിച്ചിട്ടുണ്ടായത്. ആ ദിവസം ഞാൻ നൂൽപുട്ടാക്കുമെന്ന് പറഞ്ഞിട്ട് ആക്കാത്തതുകൊണ്ട് ചെറിയ സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇഷ്ടമുള്ള സാധനം അങ്ങ് ഉണ്ടാക്കി കൊടുക്കുക, അത്രേ ഉള്ളൂ. അപ്പം ഞാനിവിടെ ആദ്യം കടലയും ചെറുപയറും കൂടെ ഒന്നിച്ചിട്ടിട്ട് അതിൻ്റെ അകത്ത് ഉപ്പിട്ടിട്ട് വേവിച്ചൊക്കെയായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് എണ്ണ ഒഴിച്ച് അതിൻ്റെ അകത്ത് ചെറിയ ജീരകവും വലിയ ജീരകവും ഇട്ട് കൊടുത്ത് തക്കാളി ഉള്ളി ഒന്ന് വഴറ്റിയതിന് ശേഷം ഗരം മസാലപ്പൊടി കുറച്ചിട്ട് കൊടുക്കും. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി, കുറച്ചധികം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കും. അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ചിക്കൻ മസാലയും കൂടെ ഇട്ടിട്ട് നല്ലോണം ഉള്ളി വഴറ്റിയെടുക്കും. എന്നിട്ട് ഞാൻ കുറച്ച് നമ്മുടെ ഈ ഒരു കടല കുറച്ച് ഈ മസാലയിലിട്ടിട്ട് അതെല്ലാം കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കും. എന്നിട്ടാണ് ഞാൻ ഈ കറിയിലിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു ഫ്ലേവർ ഇട്ടു. കുറച്ച് തേങ്ങയും വേണമെങ്കിൽ നമ്മൾ ഈ ഉള്ളി തക്കാളി വഴറ്റുന്നതിൻ്റെ കൂടെ തേങ്ങയും കൂടെ ഇട്ട് കൊടുത്താൽ വേറെ തന്നെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ എപ്പോഴും കടലക്കറി ഉണ്ടാക്കൽ ഇതുപോലെയാണ്. നല്ല ടേസ്റ്റാണ്. നമുക്ക് കുറച്ച് മാത്രമേ ആക്കിയിട്ടില്ലൂ. എപ്പം കടലക്കറി ആക്കിയിട്ട് വേസ്റ്റ് ആക്കേണ്ട വിചാരിച്ച് കുറച്ച് മാത്രം ഉണ്ടാക്കും. അപ്പോൾ ഇപ്പം ഞാൻ മോളെ കൂട്ടാൻ വേണ്ടി പോകേണ്ട ടൈമായി. അങ്ങനെ കൂട്ടാൻ വേണ്ടി പോവാണ്. 9 മണിയായി. അപ്പം മോൻ എന്നെ കണ്ടിട്ടുണ്ടായിട്ടില്ല. ആദ്യം ഞാൻ പോകുന്നത് ഓൻ അറിഞ്ഞിട്ടില്ല. ഞാൻ മിണ്ടാണ്ടോ കിച്ചൻ്റെ ആ ഭാഗത്തുള്ളതുകൊണ്ട് തന്നെ മിണ്ടാണ്ട് ഞാൻ ഇതിൽ മുൻവശത്തേക്ക് കൂടെ പോവാണ്. അപ്പോൾ ആ ഡോറ് ഭയങ്കര ബാറായതുകൊണ്ട് അത് തുറക്കുന്ന സൗണ്ട് കേട്ടിട്ട് ആൾ അറിഞ്ഞതിന് ശേഷം പിന്നെ ഒരേ കരച്ചിലായിരുന്നു. എന്നെ കൂട്ടുമാന്ന് പറഞ്ഞിട്ട്. ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു കൂട്ടണമെന്ന്. അപ്പോഴാണ് ആമാൻ്റെ വീട്ടിൽ നിന്ന് കോള് വന്നത്. അവിടുന്ന് ഇക്കാക്കൻ്റെ മോനെ കൂട്ടണം എന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടാളെയും കൂട്ടിയിട്ട് വരുമ്പോൾ എനിക്ക് ഇവനെയും കൂടെ കൂട്ടാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ എന്താക്കി ഓനെ കൂട്ടാണ്ട് നിന്ന്. പക്ഷേ അവരെയും കൂട്ടേണ്ടി വന്നിട്ടില്ല. അങ്ങനെ ഞാൻ ഇവിടുന്ന് ഈ ഒരു മാസ്കും കാര്യങ്ങളൊക്കെ ഇടുന്ന സമയത്ത് ഓൻ ഇവിടുന്ന് കരയാണ്. അപ്പോൾ അവൻ്റെ കൈയൊക്കെ കാണുന്നുണ്ടല്ലോ. പിന്നെ എനിക്ക് സങ്കടമായി. പിന്നെ കൂട്ടണം എന്ന് ആദ്യം വിചാരിച്ച് പിന്നെ ഇങ്ങനെ കൂട്ടാൻ പറ്റാണ്ടായി. അങ്ങനെയെങ്കിലും കൂടെ ഞാൻ പോയിട്ട് കൂട്ടിയിട്ട് ഓളെ കൂട്ടിയിട്ട് വന്നതിന് ശേഷം നമ്മുടെ മീനിന് തീറ്റ കൊടുക്കുകയാണ്. ഇത് ഞാൻ ഇത്താത്തൻ്റെ വീട്ടിൽ നിന്ന് അടിച്ചുകൊണ്ട് വന്ന സാധനമാണ്. അടിച്ചുകൊണ്ട് വന്നതല്ല, എനിക്ക് ഗ്ലോബിൽ മീൻ ഇട്ട് വെക്കണം എന്നൊരാഗ്രഹം വന്നപ്പോൾ ഇത്താത്തയുടെ അടുത്ത് പോയി. അപ്പോൾ അവിടെ ഇങ്ങനത്തെ മീനെ കണ്ടപ്പോൾ ഞാൻ പിന്നെ അവിടുന്ന് ചാമ്പി. ഞാനിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഗപ്പീനൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ ആ റൂമിൻ്റെ ഉള്ളിൽ ഗ്ലോബിനിൽ വെച്ച് സെറ്റാക്കണമെന്ന്. ചില സമയത്ത് ചിലതരം ഭ്രാന്തുകളാണ് എനിക്ക് ഉണ്ടാവൽ. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ മീൻ കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ഞാനത് സെറ്റാക്കിയതിന് ശേഷം അതവിടെ വെച്ച് പിന്നെ അവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് രണ്ടാക്കും നൂൽപ്പൊട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം ഇത് ഉച്ചയ്ക്ക് ഞാൻ ഒരു 1 മണി
മണിയായ സമയത്തായിരുന്നു ഞാൻ ചോറിന് വറവ് ഉണ്ടാക്കണത്. അപ്പോൾ ചോറും കറിയൊക്കെ റെഡിയാണ്. അപ്പം വറവ് ഉണ്ടാക്കാൻ ലേറ്റായി. അപ്പോൾ പിന്നെ ഞാൻ വേഗം ഒരു മൂഡിലങ്ങ് വേഗം ഉണ്ടാക്കും. അമ്മ പറഞ്ഞു ആദ്യം മുട്ട വറുത്ത മതി എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ പറഞ്ഞു വേണ്ട നമുക്ക് വറവ് തന്നെ ആക്കുക പറഞ്ഞ് അങ്ങനെ വറവ് ഉണ്ടാക്കുകയാണ്. ഈ ഒരു പടവലം വറവാണ് ഉണ്ടാക്കുന്നത്. ആദ്യം വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ചതായിരുന്നു. പിന്നെ വിചാരിച്ചു എന്തായാലും വീഡിയോ സ്റ്റാർട്ട് ചെയ്യാമെന്ന്. ഡെയിലി ഇങ്ങനെ ഓരോ വീഡിയോസ് ഇടുന്നു. എന്തായാലും എനിക്ക് ഷോർട്ട് ഇടുന്നതാണെങ്കിലും ലോങ് വീഡിയോ ചെയ്യുന്നതാണെങ്കിലും മെനക്കേട് സെയിം ആണ്. അപ്പോൾ ഷോർട്ടിലാകുമ്പോൾ വ്യൂസ് കുറച്ച് കൂടുതലുണ്ടാവും, ലോങ് വീഡിയോ ആകുമ്പോൾ വ്യൂസ് കുറച്ച് കുറവായിരിക്കും. ഷോർട്ട് പിന്നെ അത് മാത്രമല്ല ഷോർട്ടിലിങ്ങനെ എല്ലാവരും സ്ക്രോൾ ചെയ്ത് പോവുകയാണല്ലോ. അപ്പോൾ ലോങ് വീഡിയോ ആകുമ്പോൾ കുറച്ച് ഇരുന്ന് കാണുമായിരിക്കും. അപ്പം എനിക്ക് രണ്ടാകുമ്പോൾ സെയിം തന്നെയാണ്, സെയിം രീതിയിൽ തന്നെ വീഡിയോ ചെയ്യണം. ഇതാകുമ്പോൾ ഇങ്ങനെ ചെയ്യണം, മറ്റേതാകുമ്പോൾ ഷോർട്ടിനാകുമ്പോൾ ആ ഒരു ആംഗിളിൽ വീഡിയോ എടുക്കണം. അപ്പോൾ എഡിറ്റ് ചെയ്യുന്നത് ഞാൻ സെയിം ആ ഒരു ഷോർട്ടിനേക്ക് വേണ്ടിയിട്ട് 10-24 മിനിറ്റ് വീഡിയോസൊക്കെ കട്ട് ചെയ്തിട്ടാണ് 1 മിനിറ്റ് വീഡിയോ ആക്കുന്നത്. അപ്പോൾ ലോങ്ങിനാകുമ്പോൾ എനിക്കങ്ങനെ കട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് എന്തായാലും വീഡിയോ സ്റ്റാർട്ട് ചെയ്യുക, ഇങ്ങനെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പം വൈകുന്നേരത്തേക്ക് വേണ്ടിയിട്ടുള്ള അവിൽ കുഴക്കാൻ വേണ്ടിയിട്ടുള്ള വെല്ലം പണ്ടാക്കുകയാണ് ഞാൻ. അപ്പം വറവായി വെല്ലം പണ്ടാക്കിയതിന് ശേഷം കിച്ചണിൽ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ച്. അവിൽ കുഴച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടം. നമ്മൾ ഈ നേർച്ച വീട്ടിൽ നിന്നൊക്കെ കിട്ടുന്ന അവിൽ കുഴച്ചത്തില്ല, ഭയങ്കര ഇഷ്ടം. അപ്പോൾ പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള പണ്ടാക്കി കുറച്ചാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിക്കും. എപ്പോഴും വിചാരിക്കുന്നതല്ലാണ്ട് അത് ആക്കാനില്ല, ആ ഒരു ടൈം എനിക്ക് കിട്ടുന്നില്ല. ചിലപ്പോൾ അങ്ങ് മറന്നു പോകും, ഭയങ്കര മറവിയാണ്. അപ്പോൾ പിന്നെ ഇന്ന് ഞാൻ ഓർത്ത് വേഗം അത് ഉണ്ടാക്കി വെച്ച് വേഗം തേങ്ങയൊക്കെ അടിച്ച് തേങ്ങയൊക്കെ ചിരകി സെറ്റാക്കിയതിന് ശേഷം ഞാൻ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം കണ്ടെത്തി. അത് 2 ദിവസത്തേക്ക് നമുക്ക് ഈ അവിൽ കുഴക്കാൻ വേണ്ടിയിട്ട് എത്തും. അപ്പോൾ അവിൽ ഓൾറെഡി മെന്നാനേ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ഉമ്മയോട് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ എന്തായാലും ആക്കണമല്ലോ. ബേക്കറി ബിസ്ക്കറ്റ് കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. നമ്മൾ കൂടുതൽ വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ ചായക്കടി കഴിക്കണം എന്ന് വിചാരിക്കുന്ന ആളാണ്. എനിക്ക് ബേക്കറി ഇഷ്ടമാണ്, പക്ഷേ ഇവിടെ ആകുമ്പോൾ വാങ്ങൽ കുറവാണ്. കുട്ടികൾക്കൊക്കെ ഒന്നും അങ്ങനെ ബേക്കറി ബിസ്ക്കറ്റൊക്കെ കൊടുക്കൽ കുറവാണ്. അപ്പം ബേക്കറി സാധനങ്ങൾ കിട്ടിയാൽ തിന്നും, പിന്നെ വാങ്ങലില്ല, അത്ര തന്നെ. അപ്പോൾ നമ്മൾ വൈകുന്നേരം ചായക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെക്കും. എന്നാണ് ഉമ്മ ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മുടെ കടലപ്പരിപ്പ് കൊണ്ട് സുഖിയൻ ഉണ്ടായിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ സാധനം. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് നോർമൽ സുഖിയൻ ഇഷ്ടമല്ല, ചെറുപയറിൻ്റെത് ഇഷ്ടമല്ല. ഈ ഒരു കടലപ്പരിപ്പ് വെച്ചിട്ട് ചെയ്യുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ ഒരു അവിൽ കുഴച്ചതും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എന്തെങ്കിലും ഉപ്പാക്കൊക്കെ കപ്പ അങ്ങനത്തെയൊക്കെയാണ് ഇഷ്ടം, അങ്ങനെ ഉണ്ടാക്കും. പിന്നെ ചില ദിവസങ്ങളിൽ പഴം പൊരിക്കും. അങ്ങനെയൊക്കെ ഓരോ ദിവസങ്ങളിലായിട്ട് വൈകുന്നേരം ഉണ്ടാക്കും. അപ്പം നമുക്ക് ഇങ്ങനെ കഴിക്കാനും ഇഷ്ടമാണല്ലോ. അങ്ങനെ വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ ചായൻ്റെ കാട്ടി കഴിച്ചാൽ അത് അടിപൊളിയാണ്. അപ്പോൾ ഉപ്പ 2 പ്രാവശ്യം വൈകുന്നേരം ചായ കുടിക്കും. നമ്മൾ വൈകുന്നേരം എല്ലാവരും ഒരു കട്ടൻ കുടിക്കും. അത് കഴിഞ്ഞ് ഉപ്പൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് പോത്തിനൊക്കെ നോക്കി എല്ലാം സെറ്റാക്കി തിരിച്ചു വന്നതിന് ശേഷം മഗ്‌രിബിൻ്റെ ആ ഒരു 6 മണി ആ സമയത്ത് ഉപ്പാക്ക് ചായ വേണം. ഉപ്പാക്ക് ശരിക്കും പറഞ്ഞാൽ 2, 3, 4 ചായ മതി. അതായത് രാവിലെ ഒരു ചായ കുടിക്കും ലീവിൻ്റെ ദിവസം, പിന്നെ ഇടയ്ക്ക് ഒരു കട്ടൻ കുടിക്കും, പിന്നെ വൈകുന്നേരം ഒരു ചായ, പിന്നെ മഗ്‌രിബിൻ്റെ ആ സമയത്ത് ഒരു ചായ, അങ്ങനെ 4 ചായ ആയിരിക്കും. പക്ഷെ എൻ്റെ ഉപ്പാക്ക് നേരെ തിരിച്ചായിരിക്കും. ഉപ്പ ഇടയ്ക്കിടയ്ക്ക് ഈ ഉച്ചക്ക് ഒക്കെ ചായ കുടിക്കും, ചായ കുടിച്ചുകൊണ്ടിരിക്കും. എൻ്റെ വീട്ടിൽ ശരിക്കും പറഞ്ഞാൽ ഈ ചായ കുടി എന്ന് പറഞ്ഞാൽ മെയിനാണ്. ഈ എന്നാന്ന് അനിയത്തി വന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവളും പതിക്കുന്ന ഒരു 3-3:30 ആകുമ്പോഴത്തേക്ക് ചായ കുടിക്കും നമ്മളെ വീട്ടിൽ നിന്ന്. അപ്പോൾ ഞാനിവിടെ ചായ ഉണ്ടാക്കാൻ ലേറ്റായി, 4 മണി ആ സമയം. അപ്പോൾ ഞാനിങ്ങനെ ചായ ഉണ്ടാക്കിയിട്ട് ഓളെ വിളിക്കായിരുന്നു, വാ ചായ കുടിക്കാമല്ലോ. എനിക്ക് തലവേദന എടുക്കുന്നു പറഞ്ഞോള്. ആ ഒരു ടൈം ചായൻ്റെ ആ ഒരു ടൈം അങ്ങ് അഡ്ജസ്റ്റ് മാറിയ സമയത്ത് ആൾക്ക് തലവേദന ഇളകി. കുടിച്ചതിന് ശേഷം എന്നോട് പറഞ്ഞു എനിക്കിപ്പോൾ ഒരു സമാധാനമായത് എന്നാണ്. ആദ്യം പരിക്ക് പോയാൽ ഞാൻ അങ്ങനെയാണ്, ചായ കുടിക്കാൻ നമുക്ക് ടീമുണ്ടല്ലോ, അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് അങ്ങ് കുടിച്ചു പോകും. ഇവിടെ ആകുമ്പോൾ നമ്മൾ രാവിലെ ആയാലും ഉച്ചക്കായാലും ചായക്കൊന്നും വലിയ താല്പര്യമില്ല, കുടിച്ച് ആ ഒരു മൈൻഡാണ്. പരിക്ക് നമ്മൾ വലിയൊരു ജഗ്ഗിൻ്റെ അകത്ത് ചായയൊക്കെ ആക്കി വെച്ച് എല്ലാവരും ഒന്നിച്ച് കുടിക്കുമ്പോൾ ഒരു വൈബാണ്. കുറേ ബേക്കറി സാധനങ്ങളും ഉണ്ടാവും, അപ്പോൾ അതും കൂടെ ആയി, അപ്പോൾ ഒരു രസമാണ്. അങ്ങനെ ഞാൻ എൻ്റെ ഈ ഒരു സൈഡിലേക്ക് കൂടെ നമ്മളെ തേങ്ങപ്പണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ ചോറും വിളമ്പിയിട്ടുണ്ടായിരുന്നു. ചോറ് നമുക്കിന്ന് ചോറ്, അച്ചാറ്, വറവ്, പിന്നെ ബീഫ് കറി. ഉമ്മ ചിരങ്ങ ഇട്ടിട്ടാണ് ബീഫ് കറി വെച്ചിട്ടുണ്ടായത്. പിന്നെ ഞാൻ എല്ലാവർക്കും ചോറ് വിളമ്പി വെക്കുകയും ചെയ്ത് അങ്ങനെ നല്ലൊരു മഴയും ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു. ചില സമയത്ത് ഞാനിങ്ങനെ പുറത്തിരിക്കുകയാണെന്ന് വിചാരിക്കും മഴയൊക്കെ പെയ്യുന്ന സമയത്ത്. അങ്ങനെ ഞാൻ കുറച്ച് സമയം ഒന്ന് പുറത്തിരുന്നു. മോൻ ഉറങ്ങുന്ന സമയത്താണ് പുറത്തിരുന്നത്. ആ ഒരു കറക്റ്റ് ടൈം മഴ വരുന്നതിന് മുമ്പുള്ള സമയം, മഴ വന്നതിന് ശേഷമുള്ള സമയം നമുക്ക് കാണാൻ പറ്റി. അധികം വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ പുറത്തിറങ്ങലേ ഇല്ല. ആദ്യമൊക്കെ പുറത്ത് ഇറങ്ങുമായിരുന്നു വൈകുന്നേര സമയങ്ങളിൽ. അപ്പുറത്ത് ഇത്താത്തൊക്കെ വരും, പിള്ളേരെല്ലാവരും കൂടെ ഒന്നിച്ചുണ്ടാകുമ്പോൾ കുറച്ച് സമയം സംസാരിക്കും. ഇപ്പോൾ പിന്നെ എവിടെ ഇറങ്ങിയല്ല, വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ. ചെറുതിനെ പുറത്തിറക്കി കഴിഞ്ഞാൽ ഫുള്ള് ചളിവെള്ളത്തിൽ കളിക്കും. അതുകൊണ്ട് പിന്നെ പനിയും കാര്യങ്ങളൊക്കെ വന്ന് കഴിഞ്ഞാൽ 8ൻ്റെ പണി കിട്ടും. അതുകൊണ്ട് ഞാൻ പുറത്തിറങ്ങലേ ഇല്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാ.